ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു വീഡിയോയിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിന്ന് കുമരനെല്ലൂർ സ്കൂളിൽ വിജയോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ നമ്മളുടെ തദ്ദേശ വകുപ്പ് മന്ത്രി MP രാജേഷ് സാറായിരുന്നു പങ്കെടുത്തിരുന്നത്. അപ്പോൾ രാജേഷ് സാർ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഹരിതകർമ്മസേന കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കണക്ക് പറഞ്ഞു അദ്ദേഹം. അത് പറഞ്ഞ കണക്ക് 66,700 ടൺ, അങ്ങനെ ഒരു കണക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത്രത്തോളം ടൺ നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ ശേഖരിച്ചു അത്രേ. വീടുകളിൽ നിന്ന് ശേഖരിക്കുന്നതാണത്. അപ്പോൾ ഇത്രയും തോനെ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? എന്താ അപ്പോൾ ഇതൊക്കെ കഥ അല്ലേ? അത് കാരണം ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങനെ ശേഖരിച്ചിട്ട് അത് സംസ്കരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും തോനെ പ്ലാസ്റ്റിക് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഇത് കൊടുത്തിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ, പല ആൾക്കാരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകളുടെ കണക്ക് ഇപ്പോഴും ഉണ്ടാവും. വേറെ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും ഇപ്പോഴും. അങ്ങനത്തെയും ആൾക്കാരുണ്ട്. അപ്പോൾ എത്രമാത്രം നമ്മൾ പ്രകൃതിക്ക് എത്രമാത്രം ദോഷമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് നമുക്ക് പ്ലാസ്റ്റിക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ തുണിസഞ്ചിയായിട്ട് കടകളിലേക്ക് പോവുക. തുണിസഞ്ചി അല്ലെങ്കിൽ ബിഗ് ഷോപ്പറൊക്കെ അപ്പം അന്ന് വന്നു തുടങ്ങിയ ഒരു കാലമാണ്. മരത്തിൻ്റെ പിടിയിൽ ബിഗ് ഷോപ്പറൊക്കെ. അപ്പോൾ ഇതായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കടകളിൽ നിന്ന് നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് സാധനങ്ങൾ തരിക. പേപ്പറിൽ പൊതിഞ്ഞ് തരുന്ന സാധനങ്ങളാണ് നമ്മൾ മേടിക്കുക. എന്നിട്ട് അത് നമ്മൾ ഈ സഞ്ചിയിൽ വെക്കുക ചെയ്യണേ. ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പല ആൾക്കാരും സഞ്ചിയൊന്നും ഇല്ലാണ്ടേ പോവുക. അവിടുന്ന് പ്ലാസ്റ്റിക് മേടിക്കുക, പ്ലാസ്റ്റിക് കവറിൽ മേടിച്ചിട്ട് വരുന്നു, വീട്ടിൽ കൊടുന്നിട്ട് അത് ഹരിതകർമ്മസേനക്കാർക്ക് കൊടുക്കുന്നു. പണ്ട് അങ്ങനെ പ്ലാസ്റ്റിക്കൊന്നും ഇല്ല, സഞ്ചിയാണ് കൊണ്ടുപോയിരുന്നത്. പിന്നെ മീനൊക്കെ ചിലപ്പോൾ ഇലകളിൽ പൊതിഞ്ഞ് തന്നിരുന്ന കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഞാനൊക്കെ നല്ല കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മയൊക്കെ ചേച്ചിമാരൊക്കെ പോയിട്ട് കടയിൽ നിന്ന് ഇലയിൽ കൊണ്ടുവരുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവരുന്നൊക്കെ കണ്ടിട്ടുണ്ട്, ഇലയിൽ പൊതിഞ്ഞിട്ടൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അന്നെന്ന് പറഞ്ഞാൽ, അന്ന് ഈ ക്യാൻസർ പേഷ്യൻ്റ് വളരെ ദുർലഭം. എവിടെയെങ്കിലും ഒന്ന് ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പേടിയായിരുന്നു അന്നൊക്കെ. ഇന്നും പേടിയാണ്, പക്ഷെ അത് കൂടുതൽ കേട്ട് ഇന്ന് അതിനൊരു ഇതില്ലാണ്ടേ. അന്ന് കുറേ ദൂരങ്ങളിലൊക്കെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കേട്ടിരുന്നത്. ഇന്നിപ്പോൾ 2 വീട് കഴിഞ്ഞാൽ 3ാമത്തെ വീട്ടിലൊരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എന്നുള്ള അവസ്ഥയാണ് അന്നത്തെ കാര്യം. അപ്പോൾ ഞാൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതൊരു നഗ്നമായ സത്യം എന്ന് നമ്മൾ പറയില്ലേ, അതാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ പോയതൊക്കെ തോട്ടിലും പുഴകളിലും കടലിലൊക്കെ ചെന്ന് ചേരുകയാണ് ഇത് ചെയ്യുന്നത്. കടലിൽ ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മേടിക്കുന്ന മത്സ്യം ഈ കടലിൽ ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ കിടക്കല്ലേ, കാലങ്ങളോളം ഇങ്ങനെ കിടക്കല്ലേ. അതിൽ നിന്നുള്ള വിഷാംശങ്ങളൊക്കെ ഈ ജലത്തിൽ അലിഞ്ഞു ചേരുകയാണ്. ആ ജലത്തിൽ അലിഞ്ഞു ചേർന്ന ആ വിഷാംശമാണ് ആ മത്സ്യങ്ങൾ ഭക്ഷിക്കുന്നത്. ആ മത്സ്യങ്ങളെ നമ്മൾ മേടിച്ച് ഭക്ഷിക്കുന്നു. അതേമാതിരി ജലത്തിലും അങ്ങനെയുള്ള ഇത് അടിഞ്ഞു ചേർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. എത്രയോ കണക്ക് പറഞ്ഞു, അതിൻ്റെ കണക്ക് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എത്രയോ ഒരു കണക്ക് പറഞ്ഞു അദ്ദേഹം. മീനിൽ ഇത്ര കണക്ക്, ജലത്തിൽ ഇത്ര കണക്ക് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ ശരീരത്തിൽ അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവുകയാണ്. അത് ക്യാൻസറായിട്ട് രൂപാന്തരം പ്രാപിക്കണോ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട. രാഷ്ട്രീയമല്ല, ഇതിൽ യാതൊരു രാഷ്ട്രീയം പറയല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. അപ്പോൾ അതിൽ കേട്ടൊരു സത്യം ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു. ഇതിൽ രാഷ്ട്രീയമൊന്നും കലർത്തേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളുടെ പൂർവികരായിട്ട് തന്നിട്ടുള്ള നല്ല ഭൂമി, പൂർവികരായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇലയിൽ പേപ്പറിലൊക്കെ അന്ന് ചെയ്തിരുന്നത്, അതുമാതിരി അവർ തന്നിട്ടുള്ള ഈ നല്ല ഭൂമി, പ്രകൃതി എല്ലാം നമ്മൾ വരും തലമുറയ്ക്കും അത് നന്നായിട്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം, കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ഓരോ പൗരനും ഉണ്ട്. അത് എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ, മാക്സിമം പ്ലാസ്റ്റിക്കുകൾ പുറത്തേക്ക് എറിയാണ്ട് ഇനിയെങ്കിലും ജലം മലിനമാക്കാതെ കണ്ട് നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ ഭേദമന്യേ നോക്കേണ്ട ഒരു കാര്യമാണത്. രാഷ്ട്രീയമൊന്നും നോക്കേണ്ട കാര്യമില്ല ഇതിൽ. നമ്മളുടെ മക്കൾ, നമ്മളുടെ വളർന്നു വരുന്ന എല്ലാ മക്കളും നമ്മളുടെ മക്കളാണ്. നമ്മളുടെ വീട്ടിലുള്ള പിള്ളേരെ പോലെ തന്നെയാണ് മറ്റുള്ള പിള്ളേരും. അവർക്ക് നല്ലൊരു ജീവിതം അവർക്കൊക്കെ വേണ്ടേ? ശരീരം കേടില്ലാണ്ടൊരു ശരീരവും നല്ലൊരു ജീവിതം അവർക്ക് വേണ്ടേ? അപ്പോൾ നമുക്ക് നമ്മളുടെ പൂർവികർ തന്ന ഭൂമി കേടുപാടുകളൊന്നുമില്ലാണ്ട് അടുത്ത തലമുറയെ ഏൽപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും കടമപ്പെട്ടവരാണ്. അപ്പോൾ ഈ ഒരു വിചാരത്തോടു കൂടി നമ്മളെല്ലാവരും പ്ലാസ്റ്റിക്കുകൾ പുറത്ത് കളയാതെ കണ്ടേയും
വെള്ളത്തിലിടാതെ കണ്ടേയും ഒലിച്ചു പോയിട്ട് വെള്ളത്തിലേക്കൊന്നും പോകാനുള്ളൊരു ഘട്ടം ആരും വരുത്താതെ കണ്ടേ എല്ലാവരും ശ്രദ്ധിക്കുക. എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നന്നായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി വരുന്നൊരു തലമുറ ഇങ്ങനെ പ്ലാസ്റ്റിക് നമ്മൾ പറയും കിണറ്റിലെ വെള്ളത്തിലില്ലയെന്ന്. കിണറ്റിലെ വെള്ളത്തിൽ നമ്മളില്ല എന്ന് പറയും, പക്ഷേ കിണറ്റിലെ വെള്ളത്തിലും അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അദ്ദേഹം. കാരണം മണ്ണിൻ്റെ അടിയിൽ ഇത് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ വെള്ളം മുഖാന്തരം അരിച്ച് മണ്ണിലൂടെ അരിച്ചിട്ടാണ് കിണറിൽ വരുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഈ അരിച്ച് വരികയാണെങ്കിലും കൂടി ഈ പ്ലാസ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ അതിൽ കിടന്നിട്ടുള്ള അതിലത്തെ പ്രശ്നങ്ങളെല്ലാം ഈ വെള്ളത്തിൽ ലയിച്ച് വരികയാണ്. അങ്ങനെയല്ലേ നമുക്ക് കിട്ടുന്ന ആ വെള്ളം. അപ്പോൾ ഇനി വരുന്നൊരു തലമുറയ്ക്ക് നല്ലൊരു പ്രകൃതിയെ നമ്മളെല്ലാവരും കൂടി കൊടുക്കുക. അതാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്.